എല്ലാവരോടും കുഴപ്പമാണ്. കൃഷ്ണ എല്ലാം അറിയുന്നുണ്ടോ? ഇവിടെ പപ്പടത്തിന്റെ പേരിൽ കുടുംബ വഴക്കായി. ഹാപ്പി ഓണം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് തിരുവോണമാണ്. നമ്മൾ കുറേ കാലമായിട്ട് ഉണ്ണിച്ചേച്ചിയുടെ വീട്ടിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാറ്. എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ. ബേബിയുടെ നോക്കട്ടെ ആരത് പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട്. അമ്മ പാവാട, ബേബി പാവാട. ഹാപ്പി ഓണം. ഇപ്രാവശ്യം നിങ്ങളുടെ പൂക്കൾ ഇച്ചിരി ഇതായ ഭയങ്കര ലാവിഷ് ആവാറുണ്ടെന്ന് തോന്നുന്നു. ഓ യാഷിയുടെ പൂക്കളാണോ അത്? ഡ്രസ്സല്ലേ? യാഷി ഇത് ഷോളൊക്കെ കെട്ടി ഡാൻസ് കളിക്കാൻ പോകണോ? അമ്മാമ്മയുടെ വക ഓണക്കോടിയാണോ? ബേബിക്ക് കൊറേ ഓണക്കോടി കിട്ടിയല്ലോ. ഹാപ്പി ഓണം പറഞ്ഞ എല്ലാരുടെ അടുത്തും. ലെഫ്റ്റ് കൈകൊണ്ട് ഹാപ്പി ഓണം. പപ്പയ്ക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. യാഷി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇതാണോ നിന്റെ കോസ്റ്റ്യൂം സ്കൂളിലേക്ക് ഇട്ടത്? നിങ്ങളുടെ സദ്യയൊക്കെ കഴിഞ്ഞാ? സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാ? ഹലോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഡാ ചെറുക്ക തിരിഞ്ഞു നോക്കടാ. ഹാപ്പി ഓണം പറ. നീ മുണ്ടെടുക്കാൻ ഞാനേ ഇതെന്ത് ഞങ്ങളൊക്കെ ഇവിടെ കേരളതെ മുണ്ടെടുക്കാൻ അറിയാത്ത എന്റെ ചേട്ടൻ വരെ മുണ്ടെടുത്ത് വന്നിട്ടുണ്ട്. എന്താ കാക്കു മുണ്ടെടുക്കാത്തെ? ഉണ്ണി ചോദിക്കാല്ലേ വിഷമം കൊണ്ട് ഞാൻ ചോദിച്ചു. അതല്ല, പക്ഷെ ഉണ്ണി ചേച്ചി കണ്ടുപിടിച്ചില്ലായിരുന്നു. അതെ, ഉണ്ണി ചേച്ചി ഉണ്ണി ചേച്ചിയാണ് ശരിക്കും ഈ ഔട്ട്ഫിറ്റ് കണ്ടുപിടിച്ച. അല്ലെങ്കിൽ നമ്മൾ ആ പച്ച ധാവണി എടുത്ത് നടക്കണ്ട. ആ പച്ച ധാവണി മോശമായിരുന്നു. കാശി കൂടുതല്, പണി കൂടുതല്. പിള്ളേർക്ക് ഫോണൊന്നും കണ്ടെടുക്കാൻ നേരമില്ല. സുന്ദരിയുണ്ടല്ല. യാഷി ഫുൾ ഹെയറൊക്കെ കെട്ടി വെച്ച് ഫുൾ വലിയ. എന്റെ അതേ ഔട്ട്ഫിറ്റ് എന്റെ 3 വ്ളോഗിലും ഈ സെയിം ഓണം ഔട്ട്ഫിറ്റ് ആയിരിക്കും. എല്ലാവരും എന്റെ ഔട്ട്ഫിറ്റ് ക്ഷമിക്കണം. അളിയനോട് ഹാപ്പി ഓണം പറഞ്ഞില്ല. ഹാപ്പി ഓണം. അളിയനാണോ പായസം ഉണ്ടാക്കിയത്? ആ ടിവിന്റെ ഉള്ളിലോട്ട് കേറി നിന്ന് കാണ്. ടിവിന്റെ ഉള്ളിലേക്ക് കേറി നിന്ന് കാണ്. ഡാൻസ് കളിച്ചേ കളിക്കേ. ഓക്കെ, സദ്യയൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാണ്. കറികൾ ഉണ്ടാക്കാൻ ഇപ്പൊ തുടങ്ങി കുക്കിങ്. അരിഞ്ഞു വെച്ച് എന്നിട്ട് നിങ്ങൾ സിനിമയ്ക്കും പോയി. അതാണ് വാസ്.
അതേതാ 3 കറി? ഓലൻ ഉണ്ടാക്കി. പൈനാപ്പിൾ കറി ഭയങ്കര ആഗ്രഹത്തോടെ പൈനാപ്പിൾ ഞാൻ ഉണ്ടാക്കിയാലും കഴിയും പറ്റില്ല മതി വെച്ചിപ്പോന്നു. ഉണ്ണി ചേച്ചി അപ്പൊ സൂപ്പർ വുമണെ പോലെ എല്ലാം ഉണ്ടാക്കിയില്ലേ? മിക്സ് അല്ലേ? പിന്നെ പപ്പടം കൂടി വറക്കാനുള്ളൂ. വെളിച്ചെണ്ണ തരാം. ചേട്ടാ പപ്പടം ചുടു. ചേട്ടാ ഇതുവരെ ഒന്നും ചെയ്തില്ല. ഏത് പപ്പടം വറുത്ത്? എനിക്ക് പപ്പടം വറുത്തൊന്നുമില്ലല്ലോ ചേട്ടാ. ഇത് ഉണ്ണിയമ്മയുടെ വിജയം. പപ്പടൊക്കെ കൊള്ളാലോ വറക്കണത്. കണ്ട് പഠിക്ക്. ചേട്ടനെ പപ്പടൊക്കെ ചുട്ടോണ്ടിരിക്ക. അല്ലല്ല ഞാൻ പറഞ്ഞ് എന്നിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ പിടിച്ചു. എന്താ നിക്കണോക്ക്? മറിച്ചിടൂലേ? 2 വശം വരെയാണ്. ഞാൻ മറിച്ചിടാറുണ്ട് പപ്പട. അതെ ഉണ്ണി ചേച്ചി മറിച്ചിടാറുണ്ട് പപ്പട. അത് നമ്മള് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ആക്ച്വലി മറിച്ചിടാറുണ്ട്. പപ്പട മറിച്ചിടോ? ആ വിവരമുള്ള ആൾ അടുക്കളയിൽ കയറിയപ്പോ ഫുഡ് ഉണ്ടാക്ക. വെളിച്ചെണ്ണയില് 2 സൈഡിൽ കൊള്ളണം. ഒരു സെക്കൻഡ് അത്തമ്മോട് കുറച്ച് പപ്പടത്തിന്റെ ക്ലാസ് എടുത്തതുകൊണ്ട് സൗണ്ടൊക്കെ പോയല്ലേ? ഉൾപ്പെടുത്തി കിച്ചണിൽ ഇരുന്നിട്ട് 24 മണിക്കൂർ പണിതിട്ട് പപ്പടം മുരിക്കാറുണ്ട്. അത് അമ്മയുടെ മൂഡ്. അവളെ പോയി വിളിച്ചിരിക്കണത്. കൃഷ്ണ വല്ല അറിയുന്നുണ്ടോ? ഇവിടെ പപ്പടത്തിന്റെ പേരിൽ കുടുംബവഴക്കായി. എനിക്കൊരു വിവരമില്ല. ഞാനൊരു മലയാളിയാണെന്നാണ് പറയുന്നത്. വേട്ടാവളി എത്തി. അതിന്റെ അർത്ഥം എന്താ? വേട്ടാവളിയത്തിന്റെ ചാറ്റ്ജിപിടിയോട് ചോദിച്ചു ഇപ്പൊ പറഞ്ഞുതരും. വേട്ടാവളി എത്തിയെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് ആണ് പറഞ്ഞിട്ട്. അല്ലടാ പപ്പട ആയില്ലേ? പപ്പട ആയില്ലേ? മനുഷ്യന്റെ പപ്പടം സൂപ്പർ.
എന്നാലും കാക്കു യൂക്കൊക്കെ പഠിച്ചത് എന്ത് കാര്യമുണ്ട്? പപ്പടം മറക്കാൻ അറിഞ്ഞില്ല, എന്ത് കാര്യമുണ്ട്? നീ എവിടെ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തിട്ട് അവിടെ എന്ത് വർക്ക് ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടി എടാ ഈ കഴിയുന്നുണ്ട്. അടേ ഞാൻ സോപ്പിടാൻ പിടിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. അടേ സോപ്പിടാൻ പിടിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഗതികേട് ഞാൻ ഇന്നെ ആലോചിച്ചിട്ടുണ്ടേ. ഈ പിള്ളേർക്കൊന്നും ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് ഞാൻ ഒരിക്കലും ഫോൺ കൊടുക്കൂല ഞാൻ വിചാരിച്ചതാ. പക്ഷെ കൊച്ചുങ്ങൾ ഫോണ് ഉപേക്ഷിക്കണമെങ്കിൽ നമ്മൾ ഫോൺ കംപ്ലീറ്റ്ലി ഉപയോഗിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഒന്ന് അവളുടെ ഫോൺ കാണണം, അല്ലാണ്ട് ഇപ്പൊ പിള്ളേരൊന്നും കണ്ടില്ലേ അത് ഓർമ്മയുണ്ടല്ലോ, തന്നെ നന്നായി. ഇന്നെന്താ ക്ഷീണായ? ഉണ്ണി കുളിച്ച് കഴിഞ്ഞാൽ ക്ഷീണം വരും. അത് പുതിയൊരു ക്യാരക്ടറാണല്ലോ. കുളിച്ച് കഴിയുമ്പോൾ ക്ഷീണം വരും. അതുകൊണ്ട് ഞാൻ ഒരാഴ്ച കുളിക്കൂല. പായസം എങ്ങനെയുണ്ട്? പായസം എങ്ങനെയുണ്ടോ? പായസം കുടിക്കാണ്ട് സൂപ്പർ എന്ന് പറഞ്ഞു. ഇതെന്താ സംഭവം? സദ്യ കഴിക്കാണ്ട് ജ്യൂസ് കുടിച്ച് കിടക്കണം. ഞങ്ങൾ മാച്ചിനാണ് വന്നത്. വൈകുന്നേരം ചേട്ടൻ മാച്ച് ആവില്ലല്ലോ. ഇതന്നെയാണോ വൈകുന്നേരം? ഇതാണോ? ചേട്ടന് പപ്പടം കിട്ടിയില്ലേ? ഞാൻ വറുത്ത പപ്പടം. വേറെ പപ്പടം. അപ്പൊ നിങ്ങൾ കൊച്ചിന് വേണ്ടായി മുണ്ടൂര്. എസ് മറ്റേ ദിലീപാണോ തിളക്കത്തിൽ എല്ലാരും മുണ്ടൂരിൽ നിന്ന് കിടക്ക. എല്ലാരും സദ്യ കഴിച്ചൊരു വഴിക്കായില്ലേ? ആ ഇപ്പൊ എപ്പളാ മനസ്സിലായത് ആള് മാറിപ്പോയി. സദ്യ കഴിഞ്ഞ് ഫോട്ടോ സെഷൻ. ലിപ്സ്റ്റിക് ഒക്കെ പോയി സദ്യ കഴിച്ചിട്ട്. നിന്റെ പോയിട്ടില്ല? ചിരിക്കണില്ല ആരും. അങ്ങനെ ഉണ്ണിച്ചേച്ചി ഓണം പരിപാടി അവസാനിച്ചു. വീണ്ടും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. കറി പക്ഷെ ഡ്രൈ ആയി പോയി. കൂട്ടുകറിയാണ് ഡ്രൈ ആയത്. കൂട്ടുകറിയെ ഡ്രൈ ചെയ്ത്, ബാക്കി കുഴപ്പമൊന്നുമില്ല. ആ പായസം എനിക്കൊരു ഇച്ചിരി പൊടിയും കൂടി മധുരം. ഞാൻ തന്നെ മധുരം പോരെ, ഇനി വേണം കുറെ മധുരം. നിങ്ങൾ കയപ്പല്ലേ? കയപ്പ് എനിക്ക് സംശയമുണ്ട്. എനിക്ക് എല്ലാവരോടും കഴപ്പാണ്. കഴിഞ്ഞില്ലേ? ഹാപ്പിയാണ്. ബൈ ബൈ. ആ നിങ്ങൾക്കും ബൈ. അമ്മയെ പോവാട്ടാ. ശരി, ഹാപ്പി ആണോ? ശരി ചേച്ചി, ബൈ. അമ്മ പോണം.